ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുട്ടുമാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നേരെ നടുമടക്കി കൊടുക്കുക, പിന്നെ ഒന്നും കൂടെ മടക്കുക, അങ്ങനെ 4ആയിട്ട് മടക്കുക കേട്ടോ. വലിയ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ഒന്നും കൂടി മടക്കാൻ പറ്റിയിട്ട്, ഇത് ചെറിയ ടിഷ്യൂ പേപ്പർ, അപ്പോൾ 4ആയിട്ട് മടക്കി എന്നിട്ട് അതിൻ്റെ സൈഡ് ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇല്ലേ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയില്ല, അതുപോലെ സൈഡ് കട്ട് ചെയ്തിട്ട് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മടക്കുകൾ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഒട്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് 2 പീസ് എടുക്കുക. 2 പീസ് എടുത്തിട്ട് ഇതുപോലെ വീണ്ടും മടക്കി കൊടുക്കുക, 4ആയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. നേരെ നടുമടക്കുക, പിന്നെ ഒന്നും കൂടെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് വല്ല ചന്ദനത്തിരിയുടെ കോലോ അല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലോ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ചന്ദനത്തിരിയുടെ കോലാണ് കേട്ടോ എടുത്തേക്കുന്നത്, കുറച്ചും കൂടി എളുപ്പത്തിന്. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. മനസ്സിലായില്ല? ഇപ്പോൾ ഒരു മുല്ലമുട്ടിൻ്റെ ഷേപ്പ് വന്നില്ലേ? അതിനുശേഷം ഒരു പേപ്പർ എടുക്കുക, ഒരു പീസ് എടുക്കുക, അത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് ഒതുക്കി ഒട്ടിച്ച പോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കിയിട്ട് കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ മുല്ലമുട്ടിൻ്റെ ഷേപ്പ്. കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വന്നിട്ടില്ലേ? എന്നിട്ട് അതൊന്ന് നമ്മൾ ആ ചന്ദനത്തിരിയുടെ ഇത് എടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അമർത്തി കൊടുത്തു. ഇപ്പം ചെയ്യുമ്പോൾ അതിൻ്റെ ആ തണ്ടിന് കുറച്ച് ലെങ്ത്ത് കൂടാല്ല, നമുക്ക് ഇത്രയ്ക്ക് ലെങ്ത്ത് വേണ്ടല്ലോ തണ്ടിന്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ലെങ്ത്ത് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്ര അധികം ലെങ്ത്ത് ആകുമ്പോൾ മാല കിട്ടുമ്പോൾ ഭംഗി ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി മുല്ലമുട്ടിൻ്റെ തണ്ടിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രീൻ കളറും പിന്നെ യെല്ലോ കളറും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ കറക്റ്റ് ലൈറ്റ് പച്ച കളർ കിട്ടി. പച്ച മാത്രം കൊടുക്കുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് തോന്നി, അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തപ്പോൾ എനിക്ക് വേണ്ട കറക്റ്റ് കളർ കിട്ടിയിട്ടാണ്. എന്നിട്ട് ആ കളറ് നമ്മൾ ഈ തണ്ടിൽ നല്ലോണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വേഗം കളർ പിടിക്കും കേട്ടോ. ഈ തണ്ടിൽ ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. കാരണം ടിഷ്യൂ പേപ്പറല്ല, വെള്ളം കൂടി മിക്സ് ചെയ്ത കാരണം കൊണ്ട് തണ്ട് ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം എല്ലാ മുട്ടുകളും ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തു കേട്ടോ. കറക്റ്റ് ആ കളറിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് എടുത്തിട്ട് മാല കോർത്ത് കൊടുക്കാം. വേണമെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് കോർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാല കെട്ടുന്ന പോലെ നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ കെട്ടിക്കൊടുക്കാൻ കേട്ടോ ചെയ്തത്, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നാച്ചുറലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നത് വരയ്ക്കും. ടാറ്റ, ബൈ ബൈ, സീ യു.